സംഘപരിവാറിൻ്റെ അജണ്ട നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കലാണ്. അടുത്ത വർഷം RSS ജന്മം കൊണ്ടിട്ട് 100 വർഷം തികയുകയാണ്. അപ്പോൾ RSS ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കണമെന്നാണ് RSSും BJPയും ആഗ്രഹിക്കുന്നത്. അത് അവരുടെ ആഗ്രഹം. എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അത്തരമൊരാഗ്രഹം വരുന്നത്, അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്നത്, അതിനെ എതിർക്കാൻ പറ്റാത്തത്? മതനിരപേക്ഷതയ്ക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വലിയ പോർലേൽപ്പിക്കുന്ന നടപടികൾ വരുമ്പോൾ അതിനെ എതിർക്കാൻ തയ്യാറാവണ്ടേ? അതില്ല എന്നതാണ് ഇവിടെ കാണേണ്ട ഒരു കാര്യം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഏത് രീതിയിലാണ് വെല്ലുവിളിക്കപ്പെടുന്നത്? ജനാധിപത്യ രീതികൾ വെല്ലുവിളിക്കപ്പെടുമ്പോഴും ഇവിടെ ലോകരാഷ്ട്രങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. നിയമവാഴ്ച അട്ടിമറിക്കപ്പെടുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായ പ്രതിഷേധം മാത്രമല്ല, ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളടക്കം പ്രതിഷേധിച്ചു. അതിലും ജർമ്മനിയെപ്പോലെ അമേരിക്കയെപ്പോലുള്ളവരുണ്ടായി. എങ്ങോട്ടാണ് എന്ന ചോദ്യം അവർ ഉന്നയിച്ചു. കെജ്രിവാൾ പരസ്യമായി കോടതിയിൽ പറഞ്ഞല്ലോ, എനിക്കെതിരെ ഒരു തെളിവുമില്ല, ആകെയുള്ളത് ഒരാളെ അറസ്റ്റ് ചെയ്ത് മാപ്പുസാക്ഷിയാക്കി. അയാൾ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ 55 കോടി രൂപ വിവിധ കമ്പനികൾ, 4 കമ്പനികളിൽ നിന്നായി, അദ്ദേഹത്തിൻ്റെ 4 കമ്പനികളിൽ നിന്നായി ഇലക്ട്രൽ ബോണ്ട് നൽകി. ആ കാര്യം മാത്രമല്ല, മാപ്പുസാക്ഷിയാകാമെന്ന നിലയും എടുപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. ജാമ്യത്തെ എതിർത്തില്ല. ഇറങ്ങിയതിൻ്റെ തൊട്ട് പിന്നാലെ മാപ്പുസാക്ഷിയായിക്കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് ED തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് ആ രീതിയിൽ കൊടുപ്പിക്കുകയായിരുന്നു. എനിക്കെതിരെ ഒരു തെളിവുമില്ല, അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റൊരു തെളിവുമില്ല. ഇത് കോടതിയിൽ പരസ്യമായി പറഞ്ഞതല്ലേ. ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ ശക്തമായി രാജ്യത്ത് പ്രതിഷേധം ഉയർന്നു വന്നു. കഴിഞ്ഞ 31-ാം തീയതി വലിയ പ്രതിഷേധ റാലി ഡൽഹി രാംലീല മൈതാനിയിൽ നടന്നു. നല്ല പ്രതിഷേധമായിട്ടാണ് ഉയർന്നു വന്നത്. അതിൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്തു. നല്ല കാര്യമാണ്, സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ എന്താണ് ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലും ഇത്തരം നടപടികളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം? കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം കേസുകളിലെല്ലാം കോൺഗ്രസിനെതിരെ വരുമ്പോൾ അതിനെ എതിർക്കും. കോൺഗ്രസ് ഇതര പാർട്ടികളാണെങ്കിൽ ഇവർ കേന്ദ്ര ഏജൻസികളുടെ കൂടെയാണ്. ഇതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം. ഇപ്പോൾ കെജ്രിവാളിൻ്റെ കേസിൽ കോൺഗ്രസ്സാണ് ആ കേസിൻ്റെ മൂലകാരണക്കാർ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കോൺഗ്രസ്സാണ് ആ പ്രശ്നം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. പോലീസിന് കോൺഗ്രസ് ഒരു പരാതി കൊടുത്തു. നിറഞ്ഞ സന്തോഷത്തോടെ ഡൽഹി പോലീസ് അത് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നല്ല അവസരമായി EDക്ക് വരാൻ. ED വന്നു. 1 വർഷം മുൻപ് ആ കേസിൻ്റെ ഭാഗമായി ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നു. എന്താ കോൺഗ്രസ് ചെയ്തത്? കോൺഗ്രസ് അപ്പോൾ ചോദിച്ചത്, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളല്ലേ ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ, എന്തുകൊണ്ട് അദ്ദേഹത്തെ കേസിൽപ്പെടുത്തുന്നില്ല? ഇതാണ് കോൺഗ്രസിൻ്റെ പൊതുവായ സമീപനം.
എല്ലായിടങ്ങളിലും സ്വീകരിക്കുന്ന സമീപനം ഇതാണ്. ആ സമീപനം തിരുത്തുവോ? അത് തെറ്റായിപ്പോയി എന്ന് കാണുന്നുണ്ടോ? എങ്കിൽ കെജ്രിവാളിൻ്റെ ആ അറസ്റ്റിൽ പ്രതിഷേധിച്ച് 31-ാം തീയതി നടന്ന റാലിയിൽ ആ കാര്യവും പറയാമായിരുന്നു, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയിരുന്നു. അതല്ലേ ഒരു രാഷ്ട്രീയ ആർജവം? പോട്ടെ, ഇനിയെങ്കിലും സമീപനത്തിൽ മാറ്റമുണ്ടോ? സമീപനത്തിൽ മാറ്റമുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബിക്കെതിരെ തിരിയുന്ന ED, അന്ന് സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന സഖാവ് തോമസ് ഐസക്കിനെതിരെ നോട്ടീസ് അയക്കുന്ന ED ആരുടെ കൂടെയാ? കോൺഗ്രസ്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും മറ്റും ആരുടെ കൂടെയാ? നമ്മളെല്ലാം കാണുന്നല്ലേ. അവര് അന്വേഷണ ഏജൻസിയുടെ കൂടെയാണ്. ED കിഫ്ബിക്കെതിരെ വന്ന ഘട്ടത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ചോദിച്ചത്, ഇതല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് വരാൻ വൈകിയത് എന്നല്ലേ. ഇപ്പോൾ 31-ന് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വമാകെ അണിനിരന്നു അവിടെ മൈതാനിയിൽ. അതിനുശേഷമല്ലേ പ്രതിപക്ഷ നേതാവ് സഖാവ് ഐസക്കിനെതിരെ വലിയ പ്രസ്താവനയുമായി വന്നത്? ഈ കേരളം മുടിച്ചു കളഞ്ഞ ആളെന്ന് പറഞ്ഞല്ലേ ആക്ഷേപിക്കാൻ തയ്യാറായത്. എന്താണ് കുറ്റം? കിഫ്ബി ചെയ്ത കാര്യങ്ങളാണോ?